ഹലോ, ഞാൻ ദിൽന. ഞാൻ കാലിക്കറ്റ് അത്തോളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ്, മോള്, ഹസ്ബൻഡ് ഫാദറും മദറാണ് ഉള്ളത്. പിന്നെ ഇതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ +2 കഴിഞ്ഞു. ഡിഗ്രിക്ക് ഞാൻ പ്രൗഡൻസ് വുമൻസ് കോളേജിൽ ഞാൻ BA ഹിസ്റ്ററിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തേർഡ് ഇയർ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മാരേജ് വന്നു. പിന്നെ ഒരു കുട്ടി ഉണ്ടായി. പിന്നെ നല്ലൊരു ഗ്യാപ്പാണ് വന്നത്. 2025 വരെ എനിക്കൊരു ഗ്യാപ്പ് വന്നു. അതിനിടെ ഞാൻ TBSൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബില്ലിംഗ് സെക്ഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റിലയൻസിൽ ജിയോ പോയിന്റ് മാനേജറായിട്ട്, അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. 1.5 കൊല്ലം വർക്ക് ചെയ്തു. അങ്ങനെ നല്ലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം പഠിക്കണം എന്നുള്ളത് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടൊരു അവസരം വന്നില്ല. മോള് ചെറുതായതിനെ കൊണ്ട് എനിക്കത് കഴിയുമോ എന്നുള്ളതും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോരോ ആഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് IGNOU യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് കൂടുതലും അറിയാൻ പറ്റിയത്. ഡിസ്റ്റൻ്റ് ആണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ പണ്ടേ അറിയാം. ബട്ട് എനിക്കത് എത്രത്തോളം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, ഒരു ഡൗട്ടും പേടിയും ഒക്കെ ആയിരുന്നു. നമ്മൾ പോയി പഠിക്കുന്ന പോലെ ഉണ്ടാവും, ഓപ്പണായിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ട സമയത്ത് അങ്ങനെ ഇരിക്കാൻ ലേൺ വൈസിൻ്റെ ഇതിൽ വന്നപ്പോൾ അതിൽ ഓരോരുത്തരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റി പൂർത്തിയാക്കിയവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം തോന്നി. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കോണ്ടാക്ട് ചെയ്തതും അവരെ ഓഫീസിൽ പോയി ചോദിച്ചതും എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഡിസ്റ്റൻ്റായിട്ട് എടുത്തു. BBA ആണ് എടുത്തത്. ഇപ്പം ഞാൻ 3 മാസമായിട്ടുണ്ടാവും ഇതിൽ അഡ്മിഷൻ എടുത്തിട്ട്. അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലേൺ വൈസ് വിത്ത് മെൻറ്ററാണ് എനിക്കുള്ളത്. മെൻറ്റർ അതിനെക്കൊണ്ട് വീക്ക്ലി കോളും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ പോകുന്നുണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് മെൻറ്റർഷിപ്പ് എടുത്തതിനെ കൊണ്ട്. എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നതാണ് എൻ്റെ സമാധാനം, എൻ്റെ ഒരു ഉറപ്പുമാണുള്ളത്. എനിക്ക് ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്യണം, UG കഴിഞ്ഞിട്ട് PG ചെയ്യണം എന്നുള്ള